ഞാൻ അവിടെ നിന്റെ സീതയെ കണ്ടോ? അതെ അളിയ, എന്റെ സീത, എന്റെ പൂജ അളിയ. പൂജ തന്നെയാണോ അത്? എന്റെ പൂജ തന്നെ അളിയ. കൺഫേം അല്ലേ? പ്രോമിസ്, എന്റെ പൂജ തന്നെ. വെള്ളം ഒഴിച്ചു കുടിക്കടാ, ഇല്ലെങ്കിൽ ലിവർ കത്തിയേക്കും. അതാണ് നമ്മുടെ കാളിദാസൻ. അതാണ് അവരവരുടെ സീതയെ അവരവര് വേണം കൊണ്ടുവരാൻ, എന്നിട്ട് അവര് വേണം കിസ് ചെയ്യാൻ. നീ പൊളിക്കടാ. വേഗം വാടാ. എന്റെ പൂജ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. റാം, എന്റെ പൂജ എന്റെ അടുത്ത് വന്നു. കാളിദാസ, ലവ് യു. ഞാൻ ഹാപ്പിയാടാ റാം, ഫുൾ ഹാപ്പി. എനിക്കിതെല്ലാം അത്ഭുതമായിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക. കാളിദാസനോടൊപ്പം ഒരു ജീവിതം എനിക്ക് കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻ. നിനക്ക് മാത്രമല്ല, എനിക്ക് തന്നെ ഡ്രീം പോലെ തോന്നുന്നേ. നീ ഇത്രയേറെ കാളിദാസനെ സ്നേഹിച്ചിരുന്നോ? കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് അവിടുന്ന് ഓടി വരുന്ന രീതിയിൽ നീ കാളിദാസനെ സ്നേഹിച്ചിരുന്നോ? ഐ ലവ് ഹിം റാം, ഒരുപാട്. അടിച്ചത് മൊത്തം ഇറങ്ങിപ്പോയി. ഇത്രയേറൊക്കെ സ്നേഹിച്ചെന്നിട്ട് പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ സ്റ്റാൻഡ് ചോദിച്ചേ? എങ്ങനെ ഞാൻ പറയണ്ട്, കാളിദാസനോടൊപ്പമുള്ള ഓരോ നിമിഷവും രാം ഇങ്ങനെയാണ്, രാം അങ്ങനെയാണ്, രാം 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 അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ അറിയാതെ തന്നെ നിന്നോട് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. റാം, അവനോടൊപ്പം ഇരിക്കണം, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ചെറിയൊരു അത്യാഗ്രഹം. പക്ഷേ ഞാൻ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ കാളിദാസിന്റെ അടുത്ത് പോകായിരുന്നില്ലേ? അതെങ്ങനെ പോവാനാ? കാളിദാസനെ ഉപേക്ഷിച്ചു പോയെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവനിൽ നിന്നും അകന്നു നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നി. നിന്റേത് ട്രൂ ലവ് ആണ് പൂജ. അതുകൊണ്ടാണ് നിനക്ക് കല്യാണം ഫിക്സ് ആയിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചത്. ഇതുപോലെ ഭാഗ്യം എത്ര പേർക്ക് കിട്ടും? യു ആർ ട്രൂലി ബ്ലെസ്ഡ്. എന്താ റാം, ഇത്രയ്ക്ക് പോസിറ്റീവായി നീ സംസാരിക്കുന്നു? നിന്നെ പറ്റിയുള്ള എന്റെ വിചാരങ്ങളൊക്കെ മാറി. നിന്നിലെ ഈ പോസിറ്റിവിറ്റിയുടെ കാരണം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരു ജേർണി, ഒരു പെണ്ണിനെ കണ്ടു, ചിരിച്ചു, കഥ പറഞ്ഞ് ഉറക്കി, വീണ്ടും കഥ പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ കാണിച്ചു തന്നു. നീലാംബരി ഒരു പോയിന്റിൽ വെച്ച് എന്നെ വിട്ടിട്ട് പോയി. പിന്നെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദനിക്കുന്നു. നീലാംബരി സോളിഡ് ആയിട്ടുണ്ടടാ ആ പേര്. പിന്നെ നീ എന്തുകൊണ്ടാ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇത്ര നാള് റോഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും റാം എന്ന് പറഞ്ഞാൽ നാളെ നീ രമേശിന്റെ പേര് പറയില്ലെന്ന് ചോദിക്കില്ലേ? അതെ നീല, പക്ഷെ ശരിക്കും അത് നുണയായി തീർന്നാൽ നാളെ രമേശിന് ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നുണയല്ലല്ലോ. നീ ആ രാമിനെ ഉപേക്ഷിക്കാതിരിക്കുന്ന നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും, സംസാരിക്കുന്നു. എത്ര മനോഹരമായിട്ട് സംസാരിക്കുന്നറിയോ? ഇതാണ് ലവ് റാം. എനിക്ക് അവളെ ടച്ച് ചെയ്യാതെ തന്നെ അവളെ ഹഗ് ചെയ്ത പോലെ തോന്നിയത്. ഈ ജേർണി മുഴുവനും അവളെ 8 മണിക്കൂർ നേരം ഹഗ് ചെയ്ത പോലെ എനിക്ക് തോന്നിയേ. ഒരു പ്രാവശ്യം അവളെന്നെ വിട്ടിട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത്രയേറെ നമുക്കിഷ്ടപ്പെട്ട ഒരാള് നമ്മളെ വിട്ടുപോയാൽ എന്ത് ടോർച്ചർ ആകുമെന്ന്. ഹൃദയത്തിന് മേലൊന്ന് ഭാരം വെച്ച പോലെയായിരുന്നു എനിക്ക്. ശരിക്കും കണ്ണ് നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. ഞാൻ പറയുന്നതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ റാമിന് കൂടി എന്നെ ഇഷ്ടപ്പെടണ്ടേ? നീല, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും വൈകിക്കരുത്. രാം പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് രമേശിനെ കിട്ടുമായിരിക്കും. പക്ഷെ രണ്ടുപേരും ഒന്നാവില്ലല്ലോ. രാം, നീ ഇപ്പൊ വളരെ പെർഫെക്റ്റ് ആണ്. എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പൂജ. പക്ഷേ എനിക്ക് ചാൻസ് ഇല്ല. അവള് ഡയറക്ടറെ എൻഗേജ്മെന്റ് ചെയ്തില്ലേ? രാം, അവള് നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ. എന്റെ ആണെങ്കിൽ കല്യാണം. എന്നിട്ട് ഞാൻ വന്നില്ലേ? വീണ്ടും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നീല, നീ എവിടെയാ ഉള്ളതെന്ന് രാമിനറിയോ? അറിയില്ല. That's it. വെയിറ്റ്. അവൻ നീലയെ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റോറി വരെ അടിച്ചു മാറ്റി. ഐ ഗസ് ഐ ഹാവ് എ ചാൻസ് ഹിയർ. അതെ റാം,
ഇത് ചാൻസ് മാത്രമല്ല, നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. റാമിന് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായും വരും. ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്ക്, സിമ്പിൾ അല്ലേ? ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ? ഇത് ഓക്കെ ആണോ? നിന്റെ മൂവിയുടെ പോലെയുള്ള പ്രപ്പോസൽ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. സിമ്പിളായി ചിരിച്ചാലും ഓക്കെ പറഞ്ഞു. ഡയറക്ടർ അല്ലേ, കുറച്ചെങ്കിലും സിനിമാറ്റിക് അല്ലെങ്കിൽ എങ്ങനെ? അതാ ഞാൻ പറഞ്ഞ രാം ലക്കിയാന്ന്. ഡൺ. ലങ്കയിലേക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. വാ പോകാം. കളി